ഹായ് ഹലോ ഗായ്സ്, നമസ്കാരം. സിബിൻ വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ഈ അഖിൽ മാരാറിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ അഖിൽ മാരാർ ഒരു സിനിമ അഭിനയിച്ചു. നമ്മളെ ലാലേട്ടൻ്റെ നരൻ സിനിമയിലെ പേരുണ്ടല്ലോ, മുല്ലംകൊള്ളി വേലായുധൻ. അപ്പോൾ ലാലേട്ടൻ്റെ പറയിപ്പിക്കാനായിട്ട് ആ പേരൊക്കെ വെച്ചിട്ട് പടം ഇറക്കി, മുല്ലംകൊള്ളി വേലായുധൻ. എന്തായാലും പടം പൊട്ടി, ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു. പടം ആനയാണ്, ചേനയാണ്, ഭയങ്കര ഇതാണ്, മറ്റേതാണ്, അടിയുണ്ട് ഇടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, പടം ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ച് ദിവസമായി. ഇപ്പോൾ നോക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞു പടം കൊള്ളത്തില്ല. ഇതിൻ്റെ എന്തൊക്കെ പ്രമോഷനായിരുന്നു. ബിഗ് ബോസിൽ പോകുന്നു, അത് പറയുന്നു, വലിയ പടമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ അഖിൽ മാരാറിനെ എനിക്ക് പണ്ട് ഭയങ്കര ഒരു ഇഷ്ടവും പുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഇത്തിരി പൈസയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പുള്ളിയുടെ സംസാര ശൈലി കൊണ്ട് തന്നെ പുള്ളി അങ്ങ് വെറുത്ത്. ഈ അഖിൽ മാരാർ, മറ്റേ ആറാട്ടണ്ണൻ, അനിൽ ജോസ് പെരേര, ഇവരെയൊക്കെ ഒരേ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന മെയിനായിട്ടുള്ളൊരു 3 കോമഡി താരങ്ങളാണ് ഇവർ 3 പേര്. ഇപ്പം അഖിൽ മാരാർ അഖിൽ മാരാർ വലിയൊരു ഡയറക്ടറാണ്. അയാളൊരു പടം ഡയറക്റ്റ് ചെയ്തിരുന്ന പടം അത്യാവശ്യം ഓടിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അയാൾക്ക് അറിഞ്ഞൂടെ ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ ഈ പടം ഓടുന്നൊരു പടമാണ്, അല്ലാതെ പടം പൊട്ടിയതിന് ശേഷം പോയിട്ട് ഡയറക്ടറിനെ പോയി ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഈ പടം തീരണതിന് മുമ്പ് തന്നെ ഡയറക്ടർ പറഞ്ഞേക്കുന്ന ഇയാൾ പൈസ മൊത്തവും മേടിച്ചെന്നാണ്. ഈ പൈസയും മേടിച്ച് അഭിനയിച്ചിട്ട് പടം പൊട്ടിയിട്ട് പിന്നെ കിടന്ന് സംവിധായകനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിന്നെ അഖിൽ